കുഞ്ഞിത്തത്തയിലെ പ്രിയമുള്ള കൂട്ടുകാരെ, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളിത് ഓണാക്കി മാതാപിതാക്കളുടെ കയ്യിലേൽപ്പിക്കണം. ഇത് അവരുമായിട്ടൊരു ആശയവിനിമയത്തിന് വേണ്ടിയുള്ളതാണ്. നമുക്കറിയാം, മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾ അറിവിൻ്റെ ഭണ്ഡാകാരമായി മാറണം. അവരായിരിക്കണം ലോകത്തിലെ ഏറ്റവും വലിയ പണ്ഡിത അല്ലെങ്കിൽ പണ്ഡിതൻ എന്നാഗ്രഹിക്കാത്തൊരു മാതാപിതാവും ഇല്ല. അതിനവർക്ക് എന്തു വേണം? അവർക്ക് പരമാവധി അറിവ് നേടണം. അറിവ് നേടാനായിട്ടാണ് അവർ കുഞ്ഞുങ്ങളെ വിദ്യാലയത്തിലേക്ക് അയക്കുന്നത്. പക്ഷേ വിദ്യാലയങ്ങളിൽ ചെല്ലുമ്പോൾ അത് അറിവ് നേടുകയല്ല, അറിവ് നേടാൻ പ്രാപ്തരാക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അറിവ് മറ്റു മാർഗ്ഗങ്ങളിലൂടെ നേടണം. അത് പല മാർഗ്ഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വായന എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അക്ഷരം അഗ്നിയാണ് എന്ന് പറയുന്നത്. ആ അക്ഷരം അഗ്നി. ആ അക്ഷരത്തെ വാക്കുകളായി, വാക്കുകളെ വാചകങ്ങളായി, അങ്ങനെ ആശയങ്ങളായി നമ്മുടെയൊക്കെ തലച്ചോറിലേക്ക് എത്തിച്ചേരാൻ, അത് എക്കാലവും സ്ഥിരപ്രതിഷ്ഠ നേടി അവിടെ ഇരിക്കാൻ കഴിയത്തക്ക തരത്തിലുള്ള അറിവുകൾ സമാഹരിക്കാൻ നമ്മുടെ മാതാപിതാക്കൾ വളരെയധികം ജാഗരൂകരാണ്, നമുക്കറിയാം. പക്ഷേ അതിനവരെന്താ ചെയ്യുക? അതിനവർ ചെയ്യുക, ഓരോന്ന് വായിക്കാനായിട്ട് കുഞ്ഞുങ്ങളെ ഏർപ്പെടുത്തും. ഒന്നീ മതഗ്രന്ഥങ്ങളായിരിക്കും ഏർപ്പാടാക്കുന്നത്. രാമായണമായിരിക്കും. ഇപ്പോൾ രാമായണ മാസം ആരംഭിക്കുക. രാമായണം വായിര്, അല്ലെ ഭാഗവതം വായിര്, അതല്ലേ ബൈബിള് വായിര്, അല്ലെ ഖുറാൻ വായിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും വായിക്കേണ്ടെന്നല്ല. പക്ഷേ അതൊക്കെ വായിക്കുകയും അത് മറ്റൊരു പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിന് പകരം നമ്മളൊന്ന് ശ്രദ്ധിക്കാവുന്നൊരു കാര്യം, കുഞ്ഞുങ്ങളുടെ കാഴ്ചപ്പാട് എന്താ, അവർക്കുള്ള ടേസ്റ്റ് എന്താ എന്ന് നമ്മൾ മണത്തറിയണം. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സാധനം വാങ്ങിച്ചുകൊണ്ട് ഇതെല്ലാം എന്താ വാങ്ങിക്കുക? അവർക്ക് മധുരത്തോടാണ് കമ്പം. അവർക്ക് മധുരത്തോട് കമ്പമായതുകൊണ്ടാണ് നമ്മൾ അവർക്ക് മധുരപലഹാരങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നത്. ആ മധുരപലഹാരങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ ഒക്കെ ചെയ്യേണ്ടത് എന്താ? ആ കുഞ്ഞുങ്ങളുടെ വികാരത്തിലേക്ക് ഒത്തുവരണം. ഇപ്പം നമ്മുടെ വീട്ടിൽ ടെലിവിഷനുണ്ട്. ആ കുഞ്ഞുങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് വാർത്താ ചാനലാണോ, സീരിയലാണോ, അല്ലെങ്കിൽ മറ്റ് പ്രോഗ്രാംസാണോ, കോമഡി ഷോ ആണോ? അല്ല. അവരേറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് എന്താ? അവർ കാണാൻ ആഗ്രഹിക്കുന്നത് കൊച്ചു ടി വി ആയിരിക്കും. അവർക്ക് കാർട്ടൂണുകളായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതേത് വീട്ടിലും നടക്കുന്ന കാര്യമാണ്. മാതാപിതാക്കളും മറ്റുള്ളവരും വേറെ നിശ്ചിത പ്രോഗ്രാം കാണാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ സമ്മതിക്കത്തില്ല. കാരണം അവരെവിടെയാണ്? കൊച്ചു ടി വിക്കകത്താണ്. അവർ കൊച്ചു ടി വിയിലായിരിക്കും. അതുപോലെ തന്നെ അവർ കാർട്ടൂണായിരിക്കും കാണുന്നത്. അങ്ങനെയെങ്കിൽ കാർട്ടൂണിനോട് അത്രയും വലിയ വശ്യതയുള്ള കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളെ വായനയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, വായനയിലേക്ക് ഗതി തിരിച്ചു വിടണമെങ്കിൽ ആ ബുദ്ധിമതികളായ മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ആ കാർട്ടൂണുകളുമായി ബന്ധപ്പെട്ട ബുക്സ്. അപ്പോൾ അവിടെ സൂപ്പർമാൻ്റെ ആയാലും സ്പൈഡർമാൻ്റേതായാലും മിക്കി മൗസിൻ്റേതായാലും അങ്ങനെ ആ ഗണത്തിൽപ്പെടുന്ന പുസ്തകങ്ങൾ, ചെറു പുസ്തകങ്ങൾ അവർക്കത് വാങ്ങിച്ചു കൊടുത്താൽ തീർച്ചയായും അവർക്കത് വായിക്കാനും അറിയാനുമുള്ള ജിജ്ഞാസ അപാരമാണ്. ആ നിലയിൽ അവർ വായിക്കാനുള്ള ഇൻട്രസ്റ്റിലേക്ക് വന്ന് ക്രമേണ മറ്റു മേഖലകളിലേക്കും അവർ കയറും. അതിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, കുഞ്ഞുങ്ങൾ വായിച്ചറിഞ്ഞ് മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് നമ്മൾ വളരെ ഗൗരവമായൊരു കാര്യമാണ് എന്നുള്ള നിലയിൽ അവരിൽ നിന്നത് കേൾക്കാനായിട്ട് നമ്മളൊരു നല്ല ശ്രോതാവായിട്ട് നിന്ന് കൊടുക്കണം. നമ്മളൊരു നല്ല ശ്രോതാവായി നിന്ന് കൊടുക്കുമ്പോൾ അവർ ഈ കണ്ട കാര്യങ്ങൾ, മനസ്സിലാക്കിയ കാര്യങ്ങൾ, അത് കൊച്ചു ടി വി കണ്ടാൽ, അല്ലെ ഒരു മിക്കി മൗസിൻ്റെ ഒരു ചെറിയ ബുക്കിലിട്ട് വായിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ, സ്പൈഡർമാനെക്കുറിച്ചായാലും സൂപ്പർമാനെക്കുറിച്ചായാലും ഒക്കെ ഇവർ കാണാനും വായിക്കാനും ഒക്കെ ഇടവരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്നുള്ള കാര്യം അവർക്ക് പറയാനും അതുപോലെ തൃഷ്ണയുണ്ട്. അപ്പോൾ ആ പറയാനിരിക്കുന്ന സമയത്ത് നമ്മളൊരു നല്ല ശ്രോതാവായിട്ടിരുന്ന് കൊടുത്താൽ കൂടുതൽ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യണമെന്നും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറയണമെന്നും നമ്മളറിയാതെ അവരിലൊരു ആകാംക്ഷ ഉണ്ടാവും. അങ്ങനെ ഒരു വലിയ ധാരണ അവരിൽ രൂപപ്പെടും. ആ ധാരണ നല്ല ഒന്നാന്തരം വായനക്കാരായി മാറും. വായനയിലൂടെ അല്ലാതെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുവാൻ, നമ്മൾ മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കാൻ കഴിയുന്ന രൂപത്തിൽ അറിവിൻ്റെ കാര്യത്തിൽ നമുക്ക് വലിയ മികവുകൾ നേടാൻ, വലിയ ഉയരങ്ങൾ താണ്ടാൻ നമുക്ക് കഴിയുന്ന സാഹചര്യം ഉണ്ടാവും. അങ്ങനെ വന്നാൽ ആ കുഞ്ഞുങ്ങളെ ക്രമേണ പിന്നെ വരുന്നത് കഴിയുമ്പോൾ അവരെ യുക്തിചിന്ത പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിൽ, അതിനെ തട്ടിയുണർത്താൻ കഴിയുന്ന രൂപത്തിൽ, ശാസ്ത്രചിന്ത വളർത്താൻ കഴിയുന്ന രൂപത്തിൽ അവരെ വായനയിലേക്ക് നമുക്ക് ഗതി തിരിച്ചു വിട്ടാൽ നമുക്കൊരു പക്ഷേ നല്ല ഒന്നാന്തരം ശാസ്ത്രജ്ഞന്മാരെ,
സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരെ ഒക്കെ തന്നെ നമുക്ക് അവരിൽ നിന്ന് ഗണിത ശാസ്ത്രജ്ഞന്മാരെ അടക്കമുള്ള മഹാപ്രതിഭകളെ നമുക്ക് ഈ നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ ആക്കി മാറ്റാനും അതിലൂടെ നമുക്കവരെ നാടിനും സമൂഹത്തിനും നമുക്ക് വീടിനും വലിയ അസറ്റായി മാറത്തക്ക തരത്തിൽ അവരെ മാറ്റിയെടുക്കാൻ കഴിയും. വളരെ ചെറുപ്പത്തിൽ വളരെ ശ്രദ്ധിച്ച് മാതാപിതാക്കളുടെ അത്തരം ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകും നന്നായിരിക്കും എന്നാണ് അത് സംബന്ധിച്ച് എൻ്റെ അഭിപ്രായം. ഞാൻ അഡ്വക്കേറ്റ് മോഹൻദാസ്.